ദൈവദാസൻ പറഞ്ഞ പോലെ വളരെ പ്രാധാന്യമുള്ള ബൈബിളിൽ ദൈവത്തെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന പോലെ ക്രിസ്തുവിനെ സംബന്ധിച്ച്, ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് നമുക്ക് ആഴമായ ദർശനവും അത് ആരാണ് എന്ന്, ക്രിസ്തു ആരാണ്, അവൻ്റെ വ്യക്തിത്വം എന്താണ് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അപൂർവം ചില ദൈവവചന ഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവവചന ഭാഗമാണ് നമ്മൾ വായിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രിസ്തുവിനെ ഒരു നല്ല മനുഷ്യനായിട്ടും വളരെ ദയവും സ്നേഹവും ഒക്കെയുള്ള മനുഷ്യനായിട്ട് കണ്ട് ആ നിലയിൽ ക്രിസ്തുവിനെ പുകഴ്ത്തുന്നവർ ഒരു ഉത്തമ ഉദാഹരണമാണ് എന്ന് പറയുന്നവർ ഉണ്ട്. അതേ സമയം തന്നെ അവൻ്റെ ദൈവത്വത്തെ മനസ്സിലാക്കാൻ കഴിയാതെ അതിൽ കൺഫ്യൂഷൻ ഉള്ള വ്യക്തികളുണ്ട്. വളരെ എത്ര ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയാലും ബുദ്ധിയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒന്നും ഒതുങ്ങാത്ത നിലയിൽ അപരിമേയനായ ഒരു വ്യക്തിത്വമാണ് ക്രിസ്തുവിനുള്ളത് എന്ന് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് ബുദ്ധിയിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള ഒരു സൊല്യൂഷൻ സമ്പൂർണ്ണമായിട്ട് പറയാനായിട്ട് നമുക്കൊരിക്കലും സാധ്യമല്ല. എന്നാലും ദൈവത്തിൻ്റെ ഭക്തന്മാർ, അപ്പോസ്തലന്മാർ ക്രിസ്തുവിനെ അനുഭവിക്കുകയും കാണുകയും ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ എന്ന് പത്രോസ്ലീഹ പറയുന്നത് പോലെ ആ ക്രിസ്തുവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നതുകൊണ്ട് അവർ പറയുന്ന വാക്കുകളെ അതിനെ നമുക്ക് വളരെ ആശ്രയിക്കാനും അത് ദൈവത്തിൻ്റെ വചനമായിട്ട് ദൈവത്തിൻ്റെ വെളിപ്പാടായിട്ട് തന്നെ നമുക്ക് ഉൾക്കൊള്ളാനും നമ്മുടെ ചിന്തകളെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തിൽ വെച്ച് നമ്മൾ കർത്താവിനെ കാണുന്നത് വരെ, ഇനി കർത്താവിൻ്റെ മഹത്വത്തിൽ കർത്താവിനെ കാണുന്നത് വരെ ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും അറിയാൻ ആവശ്യമുള്ളതൊക്കെ ഈ വെളിപ്പാടുകളിലുണ്ട് എന്ന് നമുക്ക് സമാധാനിക്കാനും നമുക്ക് സാധിക്കും. നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. എത്ര ശ്രേഷ്ഠമായ ദൈവവചന ഭാഗമാണെന്ന് ഓർത്ത് ഓരോ പ്രാവശ്യവും ഞാൻ ഈ ഭാഗങ്ങൾ വായിക്കുമ്പം ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, മാനം എന്നിവിടെ ആഴമേ എന്ന് പറഞ്ഞ് കുമ്പിടാൻ മാത്രമേ എൻ്റെ ഹൃദയത്തിൽ പലപ്പോഴും തോന്നാറുള്ളൂ. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യമായിട്ട് ഞാനൊരു സ്റ്റേജിൽ കയറി ഒരു കൺവെൻഷന് പ്രസംഗിക്കുമ്പോൾ ആദ്യമായിട്ട് എടുത്ത ദൈവവചന ഭാഗം ഇതാണ്. അന്ന് ഇതിനെപ്പറ്റി ABCD പോലും അറിയുന്ന ഒരു കാലമല്ല. അപ്പം എന്നാൽ അറിയാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അത് കയറി പ്രസംഗിക്കാനിടയായി തീർന്നു. അന്ന് മുതൽ എത്രയോ പ്രാവശ്യം ഈ വചനം പരസ്യമായിട്ടും അതുപോലെ ചെറിയ ഗ്രൂപ്പുകളിലും ഒക്കെ ശുശ്രൂഷിക്കാനിടയായി തീർന്നിട്ടുണ്ട്. ഇപ്പോഴും അബ്രഹാം പാസ്റ്റർ പറഞ്ഞ പോലെ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒരു ഭയവും ഞാനതിന് യോഗ്യനല്ല, എനിക്ക് കഴിയുമോ എന്നുള്ള ഒരു സന്ദേഹമാണ് പലപ്പോഴും ഹൃദയത്തെ ഗ്രിപ്പ് ചെയ്യുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് അവിടെ ഇന്നലെ നമ്മൾ കണ്ടു, അന്ധകാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന്, നമ്മൾ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ആണ് ഇന്നലെ നമ്മൾ ചിന്തിച്ച ഭാഗം നമ്മൾ പര്യവസാനിക്കാനായിട്ട് ഇടയായി തീർന്നത്. തുടർന്ന് വായിക്കുകയാണ്, അവനിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു വാക്യം എഫെസ്യർക്ക് എന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. അതിന് സമാനമായിട്ട് അടുത്തടുത്ത സമയങ്ങളിൽ ഒരേ സ്ഥലത്തു നിന്ന് എഴുതിയ ലേഖനമായതുകൊണ്ടാകാം പല ആശയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംക്രമിച്ചിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് ഈ പറയപ്പെടുന്ന ലേഖനങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന്, പാപമോചനമെന്ന് വീണ്ടെടുപ്പുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. അത് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് നമ്മുടെ പാപങ്ങൾ നിമിത്തം ദൈവത്തോട് അടുക്കാൻ കഴിയാതിരുന്ന അവസ്ഥയിൽ നമ്മൾ ഭാരങ്ങളെല്ലാം മാറ്റി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു, പാപത്തിൻ്റെ ശിക്ഷയായിട്ടുള്ള മരണം താൻ തന്നെ അനുഭവിച്ച് നമ്മളെ ദൈവത്തോട് ബന്ധപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കി തീർത്തു എന്ന് ഉള്ളതും ഉണ്ട്. അതുപോലെ തന്നെ അറ്റ് പ്രസൻറ്റ് ദാറ്റ് ഈസ് എ കണ്ടിന്യൂസ് തിങ്. ഇറ്റ് ഹാസ് വൺസ് ആൻഡ് ഫോർ ഓൾ ആയിട്ട് സംഭവിച്ച് തീർന്നു പോയ ഒരു കാര്യമല്ല. എവർ സിൻസ് ദാറ്റ് ഗുഡ് ന്യൂസ് ഹാസ് ബീൻ പ്രീച്ച്ഡ് ആൻഡ് എവർ സിൻസ് ദീസ് ട്രൂത്ത് ഹാസ് ബീൻ റിവീൽഡ്, അന്ന് മുതൽ തന്നെ
അത് നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഒരു കാര്യം, ഒരു ഫൗണ്ടൻ പോലെ അത് നിരന്തരമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിൽ നമുക്ക് അതിക്രമമോചനം എന്ന വീണ്ടെടുപ്പ് നമുക്കുണ്ട് എന്നുള്ളത്. അത് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലേക്ക് കടന്നു വന്നതിന് ശേഷവും തുടർന്നും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മളെ നിലനിർത്തുന്നതും അതേ ക്രൂശിലെ യാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ നിലനിൽക്കുന്നതും. ഇനി നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽക്കാൻ പോകുന്നതും ആ ക്രൂശിൽ കർത്താവ് നമുക്ക് നേടിത്തന്ന ആ നീതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് നമുക്ക് ആഴമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്, ഇന്നുമുണ്ട്. അതൊരിക്കൽ കഴിഞ്ഞുപോയ കാര്യം, ഇന്നുമുണ്ട്. അത് ഇന്നെന്ന് പറയുന്ന ഒരു ദിവസം ഇനി ഉണ്ടാകുന്നെങ്കിൽ അന്നുമുണ്ട്. കാരണം അതിക്രമമോചനം എന്ന വീണ്ടെടുപ്പ് അവനിൽ ക്രിസ്തുവിലൂടെ കടന്നു വരുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ദൈവത്തെ സമീപിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ക്രിസ്തുവിൽ പ്രാപിക്കാൻ കഴിയും എന്നുള്ള ഒരു ആശയമാണ് നമുക്കവിടെ മനസ്സിലാക്കുക. അത് അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ആ ക്രിസ്തു ആരാണെന്ന് ഇവിടെ പറയുക. നമുക്കറിയാം, എബ്രായർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ ഇതുപോലെ തന്നെ വായിച്ചു. കാരണം അവരുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ വില കുറഞ്ഞവനായിട്ടും പഴയ നിയമ പ്രതീകങ്ങൾക്കൊക്കെ അതിനോട് കിടപിടിക്കാൻ കഴിയാത്തതും എന്നുള്ള നിലയിൽ ഡീവാല്യൂഡായിട്ട് പോയ ഒരു ചിന്താഗതി ഉണ്ടെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പഴയ നിയമ പ്രതിബിംബങ്ങളും പഴയ നിയമ ശുശ്രൂഷകളെയും പഴയ നിയമത്തിലുള്ള പല വ്യക്തികളെയും കൊണ്ടുവന്നിട്ട് എന്നാൽ അവരെക്കാളൊക്കെ ശ്രേഷ്ഠനാണ് ക്രിസ്തു എന്ന് സ്ഥാപിച്ചതുപോലെ തന്നെ ഇവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയും. അവർ ഈ നോസ്റ്റിസിസവും അതുപോലെ ജൂയിഷ് ലീഗലിസവും അതുപോലുള്ള പല അസറ്റിസിസം എന്നൊക്കെ നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. ഇത്തരം ഫിലോസഫിക്കലായിട്ടുള്ള ആർഗ്യുമെൻസിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ ഇത്തരം ഫിലോസഫിക്കലായിട്ടുള്ള പല ചിന്താഗതികൾ കൊണ്ടുവന്നിട്ട് ദൈവപുത്രൻ അങ്ങനെ ജഡത്തിൽ വെളിപ്പെടാൻ കഴിയത്തില്ല, ജഡത്തിൽ വെളിപ്പെട്ടത് തൽക്കാലത്തേക്ക്, ഒരു ഇടക്കാലത്തേക്ക് മാത്രമാണ്, ക്രിസ്തു മരിച്ചതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, പൂർണ്ണമായിട്ടുള്ള നിലയിലുള്ള ഒരു ആത്മീയ ജീവിതം ഈ ലോകത്ത് വെച്ച് സാധ്യമല്ല എന്നും കൂടെ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ചിന്തിച്ചുകൊണ്ടാണ് നമുക്കിത് ചിന്തിക്കാനായിട്ട് കഴിയുന്നത്. അവിടെ പ്രധാനമായിട്ട് ആ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ ആക്രമിക്കുകയും ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ വില കുറച്ച് കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇത്തരം തത്വശാസ്ത്രങ്ങളുടെ ആ കോണ്ടെക്സ്റ്റിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്വർത്ഥമായിരിക്കുന്നത്. അതിനോട് ചേർത്താണ് നമ്മളത് ചിന്തിക്കേണ്ടത് എന്നും കൂടെ പ്രാരംഭമായിട്ട് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നോക്കിയാട്ടെ, അപ്പോൾ അവിടെ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു എന്നവിടെ എഴുതിയേക്കുക. പല വ്യക്തികളും ഇടറിപ്പോവുകയും പല വ്യക്തികൾക്കും മനസ്സിലാക്കാൻ കഴിയാതെ ദുർവ്യാഖ്യാനം ചെയ്ത് അവരുടെ തന്നെ നാശത്തിന് വേണ്ടി ഉള്ള കുഴി കുഴിക്കുകയും ചെയ്യാനിടയായി തീർന്ന ഒരു വാക്യമാണ്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാകും. മനസ്സിലാക്കാത്ത കാര്യങ്ങൾ അത് എന്താണ് ബ്രദറെ, എന്താണ് പാസ്റ്ററെ എന്ന് ചോദിച്ച് നമ്മൾ പഠിക്കേണ്ടതിന് പകരം നമ്മൾ തന്നെ നമ്മുടേതായിട്ടുള്ള കൺക്ലൂഷൻസിലേക്ക് പോവുകയും ബുദ്ധിപരമായിട്ടുള്ള കൺക്ലൂഷൻസിലേക്ക് പോവുകയും ദൈവവചനത്തിൻ്റെ മൊത്തത്തിലുള്ള പഠിപ്പിക്കലിന് നിരക്കാത്ത നിലയിലുള്ള ചില ആലോചനകളിൽ നമ്മൾ ചെന്നെത്തുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ അപകടത്തിലാവുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതമാണ്. കാരണം ക്രിസ്തുവിനെ വിലയില്ലാത്തവനായിട്ടും ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുകയും ക്രിസ്തു യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അത് വെറും ഒരു മനുഷ്യനായിരുന്നു, നമ്മളെപ്പോലൊക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു, അത്രയേ ഉള്ളൂ, കൂടുതലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിക്കുമ്പോൾ സത്യത്തിൽ അവനവൻ്റെ വിശ്വാസത്തിന് തന്നെയാണ് ആ ചിന്തിക്കുന്ന വ്യക്തി കോട്ടം വരുത്തുന്നത്. ഒന്നാമത്. രണ്ടാമത്, ഒരുപക്ഷെ ഈ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുമ്പോൾ അസ്ഥിരരായിട്ടുള്ള ചിലർ ഇതിനാൽ പല നിലകളിൽ ബാധിക്കപ്പെട്ടേക്കാം എന്നുള്ളൊരു സാധ്യത എവിടെയുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ പറയുകയാണ്, ക്രിസ്തു ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആദ്യമായിട്ട് പറയുന്ന കാര്യം, ഹീ ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. അപ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തൻ്റെ ഏകജാതനായ പുത്രൻ, തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് യോഹന്നാൻ സുവിശേഷം 1:18 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതേ അർത്ഥത്തിൽ തന്നെ ഉള്ള ദൈവവചന ഭാഗങ്ങൾ അനേകം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഫിലിപ്പോസ് കർത്താവിനോട് ചോദിക്കുന്നത്, കർത്താവെ നീ എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ തോമസ് ചോദിച്ച്, എങ്ങോട്ടാണ് പോകുന്നത്, വഴി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ 14-ാം അധ്യായത്തിൽ നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുകയും ഫിലിപ്പോസ് തുടർന്ന് ചോദിക്കുകയാണ്, പിതാവിനെ
ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം, എന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നീ പിന്നെയും പിതാവിൻ്റെ കാര്യം ചോദിക്കുന്നത് എന്താണ്? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്നെ കണ്ടാൽ മതി, അവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് ആധികാരികമായിട്ട് അവിടെ പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ മാത്രമല്ല, നമ്മൾ പഠിച്ച എബ്രായ ലേഖനത്തിൽ നമ്മൾ കണ്ടു, അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും, ദ എക്സ്പ്രസ്ഡ് ഇമേജ് ഓഫ് ഹിസ് പേഴ്സൺ എന്ന് വായിക്കും. തത്വത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും എന്ന് വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇംഗ്ലീഷ് വായിക്കും, ദ റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറി, ദ എക്സ്പ്രസ്ഡ് ഇമേജ് ഓഫ് ഹിസ് പേഴ്സൺ. ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തിയ വ്യക്തിത്വം, അല്ലെങ്കിൽ വ്യക്തിത്വം എന്നല്ല, വ്യക്തി, ദൈവത്തെ വെളിപ്പെടുത്തിയ വ്യക്തി എന്ന് മാത്രമല്ല, മറ്റനേക സ്ഥലങ്ങളിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി 2 കൊരിന്ത്യർ ലേഖനം 4:4 അതുപോലെ പല റെഫറൻസസ് നമുക്ക് പറയാനായിട്ട് കഴിയും. ഈ ഭാഗങ്ങളിലെല്ലാം പറയുന്നത് ഒരു കാര്യം പ്രധാനമായിട്ട് പറഞ്ഞിട്ട്, പിതാവായ ദൈവത്തെ ആരും കണ്ടിട്ടില്ല, കാണാൻ കഴിയുന്നതുമല്ല. എന്നാൽ പിതാവ് ആരാണെന്ന്, ദൈവം ആരാണെന്ന് ഈ ലോകത്തിൽ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്ത, ജഡത്തിൽ ദൈവം വെളിപ്പെട്ട് ഈ ജഡത്തിൽ ദൈവീകമായ ഗുണങ്ങളും ദൈവത്തിൻ്റെ ക്യാരക്ടേഴ്സ് ദൈവത്തിൻ്റെ ക്യാരക്ടേഴ്സ് അല്ല, ദൈവത്തെ വെളിപ്പെടുത്തിയ വ്യക്തിയാണ് ക്രിസ്തു. അപ്പോൾ ഇനിയും ക്രിസ്തുവിനെ കണ്ട ഒരു വ്യക്തി ഇനിയും ദൈവത്തെ കാണിച്ചു തരണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഏതെല്ലാം ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സും ഏതെല്ലാം നിലയിൽ ദൈവത്തിൻ്റെ പൂർണ്ണത ജഡത്തിൽ വെളിപ്പെടുത്താമോ ആ നിലയിലെല്ലാം വെളിപ്പെടുത്തപ്പെട്ട വ്യക്തിയാണ് ക്രിസ്തു എന്ന് നമ്മൾ പറയുക. നമ്മൾ ഇതേ ലേഖനത്തിന് തന്നെ 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ പ്രാരംഭ വാക്യം, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. ഇൻ ഹിം ഡ്വെൽസ് ദ ഫുൾനെസ് ഓഫ് ഓൾ ഗോഡ് ഹെഡ്. ദൈവത്തിൻ്റെ എല്ലാ സമ്പൂർണതയും അവനിൽ ദേഹരൂപമായി വസിക്കുന്നു എന്ന് പറയുമ്പോൾ പലവട്ടം ഞാനിന്ന് ധ്യാനിച്ചിട്ടുണ്ട്. എൻ്റെ കർത്താവേ, അഭയമേനായ ആദിയും അന്തവുമില്ലാത്ത ഈ ഭൂമിയിലും ആകാശത്തിലും സ്വർഗങ്ങളിലും നീ അടങ്ങുകയില്ല എന്ന് പറഞ്ഞ ആ ശലോമോൻ പറഞ്ഞവനായ ഇത്ര വലിയവനായ ദൈവത്തെ ഇതാ ഒരു മനുഷ്യനിൽ ആ ദൈവം ദേഹരൂപമായി വെളിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വെളിപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ക്രിസ്തു എന്ന് ദൈവത്തിന്. ഹി ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന, നമുക്കറിയാമല്ലോ, ആദ്യം മുതൽ ദൈവത്തിൻ്റെ വചനം നമ്മളെടുത്ത് വായിച്ചു നോക്കുമ്പോൾ പിതാവിനെ പല സ്ഥലങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളിലും അവിടെ ഒരു പിതാവിനെ ഒരു സിംഹാസനം കാണുന്നു, അതിന് മുകളിൽ പിന്നെ മഴവില്ല് പോലെയുള്ള ഒരു വില്ല് കാണുന്നു എന്നൊക്കെ നമ്മൾ വായിക്കും. അതിലിരിക്കുന്ന വ്യക്തിയെ കാണിച്ചിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിത്യതയിൽ പോലും നമ്മളോട് ഡീൽ ചെയ്യാനും നമ്മളോട് ഇടപെടാനും നമുക്ക് മനസ്സിലാക്കാനും തക്കവണ്ണം ആ പുത്രനിലൂടെയാണ് ദൈവം നമ്മളോട് ഇടപെടുന്നത് എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കാനാണ് സാധിക്കും. അപ്പോൾ ഈ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് കാണുമ്പോൾ വ്യക്തമായിട്ട് ദൈവത്തിന് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു, ആദ്യം പിതാവിനെ നമ്മൾ കാണുന്നെങ്കിൽ രണ്ടാമത് കാണുന്നത് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പം പിതാവിന് നൽകുന്ന അതേ ആരാധനയും മഹത്വവും എല്ലാം പുത്രനായ ദൈവത്തിനും നൽകി 24 മൂപ്പന്മാരും കിരീടങ്ങളെ താഴെയിട്ട് ആരാധിക്കുന്നതായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ വീണ്ടും എത്ര പറഞ്ഞാലും ഇതിൻ്റെ ആഴം കണ്ടെത്താനായിട്ട് കഴിയത്തില്ല. കാരണം ഹീ ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. ജഡത്തിൽ വെളിപ്പെട്ട ദൈവം, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. തിമോത്തിയോസിൽ നമ്മൾ വായിക്കുന്നു, ജഡത്തിൽ വെളിപ്പെട്ട ദൈവം. ഇതൊക്കെ പറയുമ്പം ബ്രദറിന് ഇങ്ങനെയൊക്കെ പറയുന്നതിന് പേടിയില്ലേ? ഇല്ല. ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെ പറഞ്ഞേക്കുന്നത് കൊണ്ട് ഒട്ടും പേടിയില്ലാതെ പറയാം. ജഡത്തിൽ വെളിപ്പെട്ട ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അടുത്തത് പറഞ്ഞേക്കാണ്, ഇതാണ് നമ്മൾ സാധാരണ കോൺട്രോവേഴ്സ്യലായിട്ട് നമുക്ക് തോന്നുന്നത്.
അതെ, സകല സൃഷ്ടിക്കും ആദ്യജാതനും, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സകല സൃഷ്ടിക്കും ആദ്യജാതനും എന്നുള്ള വാക്യം. എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു എൻ്റെ അടുത്ത പട്ടണത്തിൽ ഒരു വീട് മേടിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട് മേടിച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഒരു അരമാര നിറച്ച് പുസ്തകങ്ങളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടി. അത് കാരണം നേരത്തെ ഈ ഗ്രേസ് ബൈബിൾ കോളേജ്, KV പോൾ പിള്ളയുടെ ഗ്രേസ് ബൈബിൾ കോളേജിൽ പ്രൊഫസറായിരുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ്റെ ഭവനമായിരുന്നു ഞാൻ വാങ്ങിയത്. അപ്പോൾ അദ്ദേഹം പഠിപ്പിക്കുന്ന കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാ റെഫറൻസ് ഗ്രന്ഥങ്ങളും ഉള്ള ഒരു വലിയൊരു വാള് നിറച്ചുള്ള ഒരു അലമാരിയും കൂടെ അദ്ദേഹം ഏതോ ബൈബിൾ കോളേജിനൊക്കെ കൊടുക്കാനിരുന്നതാണ്. പാവപ്പെട്ട ഞാൻ പറഞ്ഞു, എനിക്ക് തന്നൊരു പാസ്റ്റർ, ഞാനത് ഇടയ്ക്കൊക്കെ വായിച്ചോളാം, പിന്നെ വേണമെങ്കിൽ ആർക്കെങ്കിലും ബൈബിൾ കോളേജുകാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കത് കിട്ടാനായിട്ട് ഇടയായിട്ട് തരുന്നു. വളരെ വിലപ്പെട്ട അനേക റെഫറൻസ് ഗ്രന്ഥങ്ങൾ അതിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആ പുസ്തകം തിയോളജിക്കൽ ഡിക്ഷണറി ഓഫ് ദ ന്യൂ ടെസ്റ്റമെൻറ്റ് എന്ന് പറഞ്ഞ ഉള്ള ഭാഗത്ത്, അപ്പോൾ ഈ ഭാഗത്തിൻ്റെ അർത്ഥം ധ്യാനിക്കാനായിട്ട് ഇടയായി തീർന്നപ്പോൾ, ആദ്യം ജനിച്ചവൻ എന്നുള്ള നിലയിൽ സമയം കാണിക്കുന്നതോ അല്ലെങ്കിൽ ഒത്തിരി മക്കളുടെ കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള നിലയ്ക്കോ അല്ല ഈ ആദ്യജാതൻ എന്നുള്ള പദം ആ ബിബ്ലിക്കലായിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഉപയോഗിച്ചേക്കുന്നത്. അതാ രസം. പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഉപയോഗിച്ചേക്കുന്നത് ആദ്യം ജനിച്ചവൻ എന്നുള്ള അർത്ഥത്തിലോ അല്ലെങ്കിൽ ഒത്തിരി മക്കളിൽ മൂത്തവൻ എന്നുള്ള നിലയ്ക്കോ അല്ല ദൈവത്തിൻ്റെ വചനത്തിൽ അത് ഉപയോഗിച്ചേക്കുന്നത്. പ്രോട്ടോടോക്കോസ്, പ്രോട്ടോഗുണോസ് എന്നൊക്കെ പറഞ്ഞുള്ള പല വാക്കുകൾ നമുക്കവിടെ കാണാനായിട്ട്, അതിൻ്റെ എല്ലാം അർത്ഥം വളരെ പേജുകൾ അതിൻ്റെ ഉള്ളിൽ വിവരിച്ചിട്ടുണ്ട്. കുറേ ഞാനത് വായിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പം അതിൽ പറഞ്ഞേക്കുന്നത് ഈ ഒരു അർത്ഥത്തിലല്ല. വളരെ പ്രാധാന്യമുള്ളവൻ, ഏറ്റവും ശ്രേഷ്ഠൻ, ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ആദ്യജാതൻ എന്നുള്ള ആ പദം അവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഒരിക്കലും ആദ്യം ജനിച്ചവൻ, ദൈവം ആദ്യം ക്രിസ്തുവിനെ സൃഷ്ടിച്ചു, ക്രിസ്തു മുഖാന്തരം ബാക്കി എല്ലാത്തിനെയും സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞേക്കുന്നത്. ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ക്ലോസ്നെസ്സിനോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള അടുപ്പത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന വ്യക്തിയും ദൈവത്തെ തന്നെ വെളിപ്പെടുത്തിയ വ്യക്തിയും എന്നുള്ള നിലയ്ക്ക് അവിടെ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ വചനത്തിൽ യോഹന്നാന്റെ സുവിശേഷമാണ് കർത്താവിൻ്റെ വ്യക്തിത്വത്തെ കൂടുതൽ വെളിപ്പെടുത്തി നമുക്ക് തരുന്നതായിട്ടുള്ള ദൈവവചന ഭാഗം. അത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ദ വേർഡ് വാസ് ഗോഡ്. ഒരു സംശയത്തിനും ഇടവില്ലാതെ വണ്ണം പറയുകയാണ്, ഇൻ ദ ബിഗിനിങ് ദെയർ വാസ് വേർഡ്, അല്ലെങ്കിൽ ഇൻ ദ ബിഗിനിങ് ദ വേർഡ് വാസ് ക്രിയേറ്റഡ് എന്നല്ല പറഞ്ഞേക്കുന്നത്. ആസ് God was there in the beginning, in the same way the word also was there in the beginning. ദൈവം ആദിയിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ദൈവത്തോട് കൂടെ ദൈവം ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്ന കാര്യമാണ് ഈ ദൈവവചനം. ഈ ദൈവവചനം ദൈവത്തോട് കൂടെയായിരുന്നു, ദൈവത്തിൻ്റെ വചനം ദൈവമായിരുന്നു. The word was God. അതിനെ പല നിലയിൽ കൂട്ടിമാറ്റി കളയാനൊക്കെ ഒത്തിരി പേര് ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥത്തിൽ, ഗ്രീക്കിലുള്ള അർത്ഥത്തിൽ ഒക്കെ അതിൻ്റെ അർത്ഥം ദ വേർഡ് വാസ് ഗോഡ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്ന് മാത്രമല്ല, തുടർന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനം പരിശോധിച്ച് നോക്കുമ്പോൾ ഓരോ ദൈവവചന ഭാഗത്തും വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. വിശേഷാൽ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 19 മുതൽ 29 വരെ വാക്യങ്ങളും 30 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിലും ദൈവത്തിനുള്ള എല്ലാ അധികാരങ്ങളും ദൈവത്തിനുള്ള എല്ലാ ക്രെഡൻഷ്യൽസും ഉള്ള ഒരു വ്യക്തിയാണ് ക്രിസ്തുവെന്ന് താൻ തന്നെ വെളിപ്പെടുത്തുക. വേറെ ആരോടുമല്ല പറയുന്നത്. നമുക്കറിയാം, തുടർന്ന് 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാം ഉണ്ടാകുന്നതിന് മുന്നേ ഞാനുണ്ട്, എൻ്റെ ദിവസം കാണുമെന്നുള്ളതുകൊണ്ട് അബ്രഹാം ഉല്ലസിച്ചു എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രത്യേക സമയത്ത് ഉണ്ടായ വ്യക്തി എന്നുള്ള നിലയിൽ അല്ല പറഞ്ഞേക്കുന്നത്. ദൈവത്തിൻ്റെ പരിഗണനയിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും ദൈവത്തോട് ക്ലോസ് ആയിട്ടുള്ള വ്യക്തിത്വം അല്ലെങ്കിൽ വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഈ ദൈവത്തിൻ്റെ ദ പേഴ്സൺ ഓഫ് പ്രോമിനൻസ്, ദ പേഴ്സൺ ഓഫ് പ്രൈമറി ഇമ്പോർട്ടൻസ്, ദ പേഴ്സൺ ഓഫ് അനിതര സാധാരണമായ
ദൈവസന്നിധിയിൽ പ്രാധാന്യമുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ ഇമ്പോർട്ടൻസിനെയാണ് ഈ പ്രോട്ടോട്ടോക്കോസ് എന്ന് പറയുന്ന വാക്ക് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവവചനത്തിൽ അനേക ഭാഗങ്ങൾ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ദാവീദ് എട്ടാമനാണ്. എന്നാൽ ദാവീദിനെ കുറിച്ച് 89 സങ്കീർത്തനം 27 വാക്യത്തിൽ അവൻ എൻ്റെ ആദ്യജാതൻ, ഇസ്രായേൽ എൻ്റെ ആദ്യജാതൻ, എക്സഡസിൽ വായിക്കുന്നു. ഇങ്ങനെ പല വാക്യങ്ങൾ അതിന് പ്രൂഫായിട്ടുണ്ട്. അവിടെ ഒന്നും അവരൊന്നും ആദ്യജാതന്മാരായിട്ട് പറയുകയല്ല. എന്നാൽ പറയുന്നത് ഈവൻ ദോ ദേ ആർ യങ്ങർ സൺസ്, യങ്ങർ ചിൽഡ്രൻ, അവർ ഇളയ മക്കളാണെങ്കിൽ തന്നെ അവരെ ഞാൻ പ്രധാനപ്പെട്ട വ്യക്തികളായി പരിഗണിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ സകലത്തിനും അവകാശികളാക്കി ഞാൻ വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അത് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗത്തു നിന്ന് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുക. അപ്പം നോക്കിയാട്ടെ, സകല സൃഷ്ടിക്കും ആദ്യജാതനും, ദൈവത്തിൻ്റെ പരിഗണനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവൻ. നോക്കിയാട്ടെ, ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ഈ ഭാഗത്തിൻ്റെ ഒരു മൊത്തം ഔട്ട്ലൈൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൊത്തത്തിൽ ഇതിനെ ഒറ്റ ഒരു ഹെഡിങ്ങിൽ പറയാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചാൽ അതിനെ എങ്ങനെ പറയാം? അങ്ങനെ പറയാമെന്ന് ചിന്തിച്ചാൽ, താൻ തെരഞ്ഞെടുത്ത തൻ്റെ ക്രിസ്തുവിൽ സൃഷ്ടിയിലും വീണ്ടെടുപ്പിലും ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും വസിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ നിത്യനിർണയമായിരുന്നു. അല്ലെങ്കിൽ സൃഷ്ടിയിൽ അവൻ ഏറ്റവും പ്രഥമസ്ഥാനം അവന് ലഭിക്കേണ്ടതിന്, അല്ലെങ്കിൽ അവൻ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തിയാകേണ്ടതിന് സകലതും അവൻ മുഖാന്തരം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ദൈവത്തിന് മനസ്സിൽ കാണുന്നത് ഈ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് വ്യക്തമാക്കി പറയുമ്പോൾ അതിൻ്റെ വേറൊരു നിലയിൽ അതിനെ ഈ കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ പറഞ്ഞേക്കാണ്, എല്ലാ സിംഹാസനങ്ങളാകട്ടെ, ദൃശ്യമായതാകട്ടെ, അദൃശ്യനായ ദൈവത്തിന് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും. നമുക്കറിയാം, ദൃശ്യമായത് മാത്രമല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അദൃശ്യമായതും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, നമുക്കറിയാം ഏഞ്ചലിക്കായിട്ടുള്ള അതോറിറ്റിയാ ഈ വാഴ്ചകൾ, അധികാരങ്ങൾ എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പം സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ. അപ്പോൾ സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിലുള്ള കാര്യങ്ങളുടെ പർപ്പസ് എന്താ? എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു? അത് യേശുക്രിസ്തുവിനായിട്ടും യേശുക്രിസ്തുവിന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സകലത്തിന് മുമ്പനായി തീരേണ്ടതിന്. സൃഷ്ടിയിൽ അവൻ പ്രീ എമിനൻ്റ് ആയിട്ട് തീരാൻ, അവൻ പ്രോമിനൻ്റ് ആയിട്ട് തീരുവാൻ, സൃഷ്ടിയിൽ അവൻ ഏറ്റവും ആ സൃഷ്ടിയുടെ മകുടമായിട്ട് തീരുവാൻ, അല്ലെങ്കിൽ സൃഷ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി തീരുവാൻ, സകല സൃഷ്ടിയിലും ശ്രേഷ്ഠൻ, ആദ്യജാതൻ എന്നവിടെ പറഞ്ഞേക്കുന്നതില് അവന് സകല സൃഷ്ടിക്കും ആദ്യജാതനും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സൃഷ്ടിക്കപ്പെട്ട് കാണുന്നതാകട്ടെ, കാണാത്തതാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, ഇപ്പോഴുള്ളതോ വരാനുള്ളതോ, സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് അവന് സൃഷ്ടിയിലുള്ള പ്രാധാന്യം. സകലവും സൃഷ്ടിക്കപ്പെട്ടത് അവനായിട്ട്, അവന്റെ ഹിതപ്രകാരം, അവന്റെ ആലോചന പ്രകാരം, അവന്റെ ഇഷ്ടം ഹേതുവായി, അവൻ മുഖാന്തരം. സകല സൃഷ്ടിയും അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ സൃഷ്ടിയുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ആ സൃഷ്ടിയിൽ കാര്യത്തിൽ അവൻ അതിൽ ദൈവവും കർത്താവുമെന്ന് തന്നെ പറയത്തക്കവണ്ണം ഉള്ള ഒരു നിലവാരത്തിൽ അതിൻ്റെ സൃഷ്ടിതാവായി അവൻ തീർന്നിരിക്കുന്നു. സൃഷ്ടിയിൽ ഒരാളായിട്ട് തീരുകയല്ല ചെയ്തത്, ആ സൃഷ്ടിയുടെ സൃഷ്ടിതാവായിട്ട് തീരത്തക്കവണ്ണം അവൻ മുഖാന്തരവും അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം തൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിന്,
പുത്രൻ സകലത്തിനും മുമ്പനായി തീരേണ്ട, പുത്രൻ സകലത്താലും ആദരിക്കപ്പെടേണ്ടതിന്, സകലരാരും ബഹുമാനിക്കപ്പെടേണ്ടതിന്, സകലരാരും ആരാധിക്കപ്പെടേണ്ടതിന്. ഇതൊക്കെ എവിടുന്നാ പറയുന്നതെന്ന് ചോദിക്കും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന്. പിതാവിന്റെ ശബ്ദം കേട്ട് മരിച്ചവർ അല്ലെങ്കിൽ ജീവിക്കുന്നത് പോലെ പുത്രന്റെ ശബ്ദം കേട്ടും മരിച്ചവർ ജീവിക്കേണ്ടതിന്, അവർക്ക് നിത്യജീവൻ കൊടുക്കേണ്ടതിന്, പുത്രനെ ബഹുമാനിക്കേണ്ടതിന് സകല ന്യായവിധിയും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ലോകത്ത് ജീവിച്ചിരിക്കുമ്പം തന്നെ കർത്താവ് പറഞ്ഞ ഒരു കാര്യം. ഇതൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പം ഒരു സൃഷ്ടിക്ക് ഇങ്ങനെയായി തീരാൻ പറ്റുമോ? അല്ലെങ്കിൽ ദൈവത്തിന് ഇക്വലന്റ് ആയിട്ട് ചിന്തിക്കുകയും ദൈവത്തിന് ഇക്വലന്റ് ആയിട്ട് പ്രവർത്തിക്കുകയും ദൈവത്തിന്റെ അതേ നിലവാരത്തിൽ കാര്യങ്ങളെ ചെയ്യാനായിട്ട് അതേ ദൈവത്വമുള്ള ഒരു വ്യക്തിക്കല്ലാതെ വേറെ ആർക്കാ പറ്റുന്നത്? അപ്പോഴാണ് ചില ആൾക്കാർ ഇപ്പം യേശുക്രിസ്തുവിനെ ഒരു കൊച്ചു ദൈവമായിട്ടും അല്ലാതെ പിതാവായ ദൈവത്തെ ഒരു വലിയ ദൈവമായിട്ടും ചിത്രീകരിക്കാനായിട്ട് ഓടി നടക്കുക. എന്നാൽ ഇതിൽ മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന യാഥാർത്ഥ്യങ്ങളെ മറന്നുകൊണ്ട് ഞാൻ ബുദ്ധിപരമായിട്ടുള്ളൊരു സൊല്യൂഷനിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് മനസ്സിലാകാത്ത കാര്യം മനസ്സിലാകുന്നില്ല എന്ന് മാന്യമായിട്ട് പറഞ്ഞിട്ട് ഈ ദൈവത്തിന്റെ വചനം പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് എന്താണോ വെളിപ്പെടുത്തുന്നത് അത് സർവാത്മന അംഗീകരിച്ച് അത് വിശ്വസിച്ച് ആ ദൈവവചനത്തിന്റെ അതോറിറ്റിയെ അംഗീകരിച്ചുകൊണ്ട് ഒരു ദൈവപൈതലായിട്ട് നല്ല മനസ്സാക്ഷിയോടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്നവരായിട്ടുള്ള അനേകരെ പോലെ അല്ല എന്ന് 2 കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിക്കുന്നത് പോലെ അങ്ങനെ ചെയ്യാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ഞാൻ ബുദ്ധിപരമായൊരു സൊല്യൂഷൻ ഉണ്ടാക്കി മറ്റുള്ളവർക്കൊക്കെ ആ സൊല്യൂഷൻ പറഞ്ഞു കൊടുത്ത് ഞാനിതാ പുതിയതായി ഇതിനൊക്കെ ഒരു ഉത്തരം കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് വിളംബരം ചെയ്യാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ സൃഷ്ടിയിലുള്ള കാര്യം അവിടെ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് പറയുകയാണ് അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ നമുക്കറിയാം മാനുഷികമായിട്ടുള്ള അർത്ഥത്തിൽ മാനുഷികമായിട്ടുള്ള ചില വാക്കുകളിൽ ലാംഗ്വേജിൽ പറയുമ്പം അതിനെ വേറൊരു നിലയിൽ തെറ്റിദ്ധരിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ട്. സകലത്തിന് മുമ്പേ ഉള്ളവൻ എന്ന് പറയുമ്പോഴും ആദ്യം ഉണ്ടായത് പുള്ളിയാണ്, അദ്ദേഹമാണ് എന്നൊക്കെ പറയാൻ നമുക്ക് തോന്നും. അറിയാതെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ ആയി തീരുകയും ചെയ്യും. അതൊരു നമ്മുടെ ആശയം എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ലാംഗ്വേജിന്റെ ലിമിറ്റേഷൻ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. അവൻ സകലത്തിന് മുമ്പേ ഉള്ളവൻ എന്ന് പറയുമ്പം മുമ്പേ സൃഷ്ടിക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. When God was there, he was there. When God was there, the word was there. When God was there, the word was God. ആ അർത്ഥത്തിലാണ് പറഞ്ഞേക്കുന്നത് സകലത്തിനും മുമ്പേ ഉള്ളവൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നതായിട്ടുള്ള. അവൻ സകലത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു, സകലത്തിനും കാരണമായിരിക്കുന്നു. 17-ാം വാക്യം. അതെ, he is before all things and in him all things hold together. ഇത് നോസ്റ്റിക്സ് ആർഗ്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി അല്ല ദൈവം അല്ലെങ്കിൽ കർത്താവ് എന്ന് പറയുന്ന ആ ഒരു നിലയിലാണ് പറഞ്ഞേക്കുന്നത്. സകല സൃഷ്ടിയെയും he has held all things together and he was there before all things. എല്ലാത്തിനും മുമ്പേ ഉള്ളവൻ, സകലത്തിനും അവൻ ആധാരമായിരിക്കുന്നു, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു എന്ന് പറഞ്ഞിട്ടാ താഴത്തോട്ട് പറയുന്നത്. സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യജാതനായി എഴുന്നേറ്റവനുമാകുന്നു. എന്തൊരു യൂസേജ് ആണെന്ന് ഞാൻ ആലോചിക്കുക. കാരണം ലാംഗ്വേജ് ഈ ദൈവത്തെ വിവരിക്കാൻ പോരാ. അടുത്ത വാക്യം, അവന് സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് നിരപ്പിപ്പാനും ദൈവത്തിന് പ്രസാദം തോന്നി. അപ്പം സൃഷ്ടിയിലുള്ള കാര്യം തന്നെ നമ്മളെ ആദ്യം വരച്ച് കാണിച്ചതാണ്. അവൻ ഒരു കുറവുമില്ല, അവനിലൊരു ന്യൂനതയുമില്ല, അവനിലൊരു ഒരു ഒരു ഡാർക്ക് സ്പോട്ട് കാണിക്കാനായിട്ട് കഴിയത്തില്ല. പൂർണ്ണമായും വെളിച്ചമായിരിക്കുന്നു. സകലത്തിന് മുമ്പേ ഉള്ളവൻ, സമയത്തിന് മുമ്പേ ഉള്ളവൻ. അതാ അതിൻ്റെ അർത്ഥം. സകലത്തിന് മുമ്പേ ഉള്ളവൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സമയത്തിന് മുമ്പേ ഉള്ളവൻ, സമയം തുടങ്ങുന്നതിന് മുമ്പുള്ളവൻ.
അവൻ സകലത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ പരിപൂർണനാണ്, സർവസമ്പൂർണത അവനിലുണ്ട്. പിന്നെ എന്ത് സർവസമ്പൂർണതയെ പറ്റിയാ പിന്നെയും പറയുന്നത്? അങ്ങനെ ഒരു സർവസമ്പൂർണനായ ഈ കർത്താവ് പിന്നെ അവനിൽ എന്താ കുറവുള്ളത്? അത് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളെ സ്നേഹിച്ച സ്നേഹനിമിത്തം കർത്താവ് ഒരു താണ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന കാര്യം. അല്ലെങ്കിൽ തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ സാദൃശ്യത്തിൽ താൻ സൃഷ്ടിച്ച മനുഷ്യൻ, ദൈവം ഒരു ഉദ്ദേശത്തോടുകൂടെ പർപ്പസോടുകൂടെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് അവൻ പാപത്തിൽ വീണുപോകും എന്ന് കർത്താവ് അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ പാപത്തിൽ വീണുപോകുന്ന ആ മനുഷ്യനെ രക്ഷിപ്പാൻ തക്കവണ്ണം നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി ഒരു രക്ഷയുടെ പദ്ധതി കർത്താവ് ഒരുക്കുകയും ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാം. അല്ലെ, വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുക, നമ്മളെ മക്കൾക്ക് നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത്, പഠിപ്പിക്കാനുള്ളതൊക്കെ പഠിപ്പിച്ചു, എല്ലാം ചെയ്തു. അതിനുശേഷം മോനെ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി നീ നിന്റെ കാര്യങ്ങൾ നോക്കിപ്പോ. അല്ലെങ്കിൽ ഞാൻ വേറെ അർത്ഥത്തിൽ പറയുക, ഈ മുടിയമ്പുത്രന് അവൻ എൻ്റെ അവകാശം ഇങ്ങതാന്ന് പറഞ്ഞപ്പം അവകാശമെല്ലാം കൊടുത്ത് പറഞ്ഞു വിട്ട്. അല്ല, തിരിച്ചു വരുമ്പോൾ പിന്നെ അവൻ എവിടുന്ന ഈ അവകാശം? ഇനി എന്തെങ്കിലും ഉണ്ടോ അവൻ്റെ ബാക്കി വല്ലോ? ഇത് മുഴുവൻ എടുത്തോണ്ടല്ലേ പോകുന്ന പോക്കിന് എന്ന് പറഞ്ഞതുപോലെ അവൻ നമ്മളെ സൃഷ്ടിച്ചു, അവൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച് അവൻ്റെ അല്ലെങ്കിൽ അവൻ്റെ സ്വരൂപത്തോട് അല്ലെങ്കിൽ അവനെ അനുസരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ ആക്കി വെച്ചെങ്കിൽ, പാപത്തിൽ വീണുപോയ നമ്മളെ തേടി വന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ചെയ്യേണ്ടതൊക്കെ ചെയ്തില്ലേ? അതാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിനുള്ള ഒരു വലിയൊരു ബലഹീനത എന്ന് പറയുന്നത് അത് നമ്മളെ സ്നേഹിച്ച സ്നേഹമാണ്. പലരും പറയാറുണ്ട്, പണ്ട് ആരാണ്ട് ചോദിച്ചത് രാജാവിൻ്റെ കർണക്കുറ്റിക്കിട്ട് അടിക്കാൻ ആർക്ക് പറ്റുമെന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അയ്യോ ആർക്കും പറ്റത്തില്ല. അവസാനം ഒരാൾ പറഞ്ഞ് അത് രാജാവിൻ്റെ മടിയിലിരിക്കുന്ന രാജാവിൻ്റെ കൊച്ചു മോളുണ്ടല്ലോ, മോനോ, അവന് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞത് വലിയൊരു ഉത്തരമായി പോയി എന്ന് പറഞ്ഞതുപോലെയാ നമ്മളും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം. നിയമപരമായിട്ട് അല്ലെങ്കിൽ നേരെ പോന്ന് ചിന്തിച്ചാൽ ദൈവം ചെയ്യേണ്ടതൊക്കെ ചെയ്തു, സൃഷ്ടിച്ചു, അവരെല്ലാം നന്മകളെല്ലാം നമ്മളിൽ നൽകി, എന്നാൽ നമ്മൾ തെറ്റിപ്പോയി. എന്നാൽ ദൈവം നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം നമുക്ക് വേണ്ടി ഒരു ശ്രേഷ്ഠമായ വീണ്ടെടുപ്പ് ആ ലോക സ്ഥാപനത്തിന് മുന്നമേ അവൻ ക്രിസ്തുവിൽ നമുക്ക് വേണ്ടി ആ ഒരു വീണ്ടെടുപ്പ് നമുക്ക് വേണ്ടി കർത്താവ് പ്ലാൻ ചെയ്തു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. ഈവൻ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ലോകസ്ഥാപനത്തിന് മുന്നമേ തന്നെ നമുക്ക് വേണ്ടി ക്രിസ്തുവിൽ ഒരു വീണ്ടെടുപ്പ് നമുക്ക് വേണ്ടി നിയമിച്ചു. അല്ലെ, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ അതേ സ്റ്റാറ്റസിലേക്കും ക്രിസ്തുവിന്റെ അതേ പദവിയിലേക്കും ക്രിസ്തുവിന്റെ അതേ കൂട്ടവകാശിയായിട്ട് ദൈവത്തിന് അവകാശിയായിട്ട് നമ്മളെ മാറ്റി ദൈവത്തിന്റെ അതേ ആ സ്റ്റാറ്റസിലേക്ക് പറഞ്ഞാൽ ദൈവം ആകും എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ദൈവത്തിനുള്ള എല്ലാ പ്രിവിലേജസും ലഭിച്ച്, അല്ലെങ്കിൽ പ്രിവിലേജസ് എന്ന് ഉദ്ദേശിക്കുമ്പം ദൈവത്തിന് സ്വാതന്ത്ര്യമുള്ളവരായി തീർന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് ആ സ്നേഹമുഖാന്തരം ദൈവത്തിന്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ആ സ്നേഹത്തിൽ അവനെ ഫോളോ ചെയ്യുകയും ആരാധിക്കുകയും ചെയ്യുന്നവരായിട്ട് തീരുന്ന ഒരു അനുഭവം. അല്ലാതെ ദൈവമായി തീരും എന്നുള്ളതല്ല, പിന്നെ നമ്മളെ കാണത്തില്ല, പിന്നെ നമ്മൾ അതിൽ വിലയം പ്രാപിക്കും, ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. അപ്പം നോക്കിയാട്ടെ, അപ്പൊ ദൈവത്തിന്റെ പർപ്പസ് ഒന്നാമത് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നമ്മളെ അനുരൂപരാക്കി തീർക്കുക എന്നുള്ളതാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പൊ ക്രിസ്തു എങ്ങനെ പുത്രനാണോ അതേ നിലയിൽ തന്നെ ആ പുത്രത്വം ഷെയർ ചെയ്യുന്നവരായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ അതിനുവേണ്ടി ആ കർത്താവ് ലോകത്തിലേക്ക് വന്നത് എന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതിന്റെ അർത്ഥം അവന് സകല സർവസമ്പൂർണതയും വസിപ്പാനും. അപ്പൊ സൃഷ്ടിച്ചപ്പോ തന്നെ അവൻ സർവസമ്പൂർണനാണ്, അവനിലൊരു കുറവുമില്ല. എന്നാൽ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അത് ആ ഒരു ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ടുള്ള നിലയിൽ മാത്രമല്ല, അവന്റെ സ്നേഹത്തിന്റെ ആ സ്നേഹത്തിലൂടെ അവൻ നമ്മളെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അവന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മെ വീണ്ടെടുക്കാതെ അവന് അതല്ലാതെ അതിനുവേണ്ടി അവൻ നമുക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയപ്പോൾ ആ വീണ്ടെടുപ്പിലും അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനായിട്ട്
ഈ വീണ്ടെടുപ്പിൽ ചെയ്തത് ബാറ എന്ന് പറഞ്ഞ് സൃഷ്ടിക്കും, അല്ലെങ്കിൽ വേറെ ഏതൊരു പദമുണ്ട്, അത് ഞാൻ മറന്നുപോയി. നമ്മുടെ ചാക്കോ പാസ്റ്റർ ഇടയ്ക്ക് പറയുന്നത് കേൾക്കാം. അങ്ങനെ പറഞ്ഞ് സൃഷ്ടിക്കുകയല്ല ചെയ്തത്. ആര് ഏത് കരങ്ങൾ നമ്മളെ മെനഞ്ഞുവോ, ഏത് കരങ്ങൾ നമ്മളെ സൃഷ്ടിച്ചുവോ, അതേ കരങ്ങളിൽ ആണിയടിക്കപ്പെട്ട്, അതേ കരങ്ങളിൽ അതേ ശരീരത്തിൽ കഷ്ടത അനുഭവിച്ച് അനുസരണം പഠിച്ച് തികഞ്ഞവനായി ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്ന് അങ്ങനെ അവനിൽ സർവസമ്പൂർണത വസിപ്പാനായിട്ട് ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി, അവൻ ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി, അങ്ങനെ അധോലോകരുടെയും ഭൂലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുകയും യേശു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി സകല നാവും ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു നിലവാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നാമം നൽകി എന്ന് നമ്മൾ വായിക്കും. എന്തൊരു ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവമാണ്. ഒരിക്കൽ തൻ്റെ സർവശക്തി കൊണ്ട്, തൻ്റെ ആ ശ്രേഷ്ഠത കൊണ്ട് കർത്താവ് സകലവും സൃഷ്ടിച്ചെങ്കിൽ, നമ്മൾ രണ്ടാമത് വീണ്ടെടുപ്പിൽ അവനിൽ സർവസമ്പൂർണത വസിപ്പാൻ തക്കവണ്ണം സകല നാമത്തിനും മേലായ നാമം നൽകി എങ്കിൽ, അല്ലെങ്കിൽ അത് സാധിച്ചത് അത് തന്നെ താഴ്ത്തി ക്രൂശിലെ മരണത്തോളോ ദൂതന്മാരെക്കാളും താഴ്ച വന്ന് ഏതൊക്കെ നിലയിൽ ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ താഴാമോ അതിൻ്റെ നെല്ലിപ്പലക വരെ താണ്. ആ ഒരു അനുഭവത്തിൽ നിന്ന് മരണത്തോളവും ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന് അവിടുന്ന് അവനെ ഉയർത്തി അവൻ സർവസമ്പൂർണനായി തീർന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എത്ര അത്ഭുതകരമായിട്ടുള്ള ഒരു അനുഭവമാണെന്ന് നോക്ക്. അപ്പോൾ അവനിൽ സർവസമ്പൂർണത വസിപ്പാനും ഇതിന് അവന് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ എല്ലാം തന്നെ കൊണ്ട് ദൈവത്തോട് നിരപ്പിപ്പാനും ദൈവത്തിന് പ്രസാദം തോന്നി എന്ന് നമ്മളവിടെ വായിക്കും. എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദൈവവചന ഭാഗം, എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അനുഭവമാണ് അത് എന്ന് നമുക്ക് കാണാം. നമ്മളെ വീണ്ടെടുത്തില്ലെങ്കിലും, ഞാൻ ഒരു മാനുഷിക രീതി പറയുക, നമ്മളെ വീണ്ടെടുത്തില്ലെങ്കിലും, നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും ദൈവം തന്നിൽ തന്നെ, കർത്താവ് തന്നിൽ തന്നെ പൂർണ്ണനാണ്, തന്നിൽ തന്നെ ശ്രേഷ്ഠനാണ് എങ്കിലും നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം കർത്താവ് ഈ കാര്യങ്ങളെ ചെയ്തപ്പോൾ അവനിൽ സർവസമ്പൂർണത വസിപ്പാനും അവനിൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി എന്നവിടെ വായിക്കുക. അപ്പൊ സൃഷ്ടിയിൽ മാത്രമല്ല, വീണ്ടെടുപ്പിൽ ദൈവം കർത്താവ് ഇനീഷ്യേറ്റ് ചെയ്ത പോലെ 1 മൈൽ നടക്കാൻ പറഞ്ഞവനോട് 2 മൈൽ നടക്കണം എന്ന് പറഞ്ഞ കർത്താവ് ഒരിക്കൽ പാപത്തിൽ വീണ് നിബന്ധിച്ച് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായ നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലിയായിട്ട് കൊടുത്ത് ഈ വീണ്ടെടുപ്പ് നേടിയപ്പോൾ ലോകത്തിലെ ആർക്കും ഇമാജിൻ ചെയ്യാൻ അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു നിലയിലും കടന്നു വരാത്ത നിലയിലുള്ള ഒരു വീണ്ടെടുപ്പ്, അത്ര ആഴമായ സ്നേഹത്തിന്റെ വീണ്ടെടുപ്പ്. എന്നെ ഇത്ര സ്നേഹിച്ചോ എൻ്റെ കർത്താവേ, എന്നെ ഇങ്ങനെ നീ ആക്കി തീർത്തോ എൻ്റെ കർത്താവേ, എനിക്ക് വേണ്ടി ഇത് ചെയ്യാൻ എന്ത് യോഗ്യതയുള്ള എൻ്റെ കർത്താവേ എന്ന് ഓരോ വ്യക്തിയും ചോദിക്കത്തക്കവണ്ണം, എന്നെ ഇങ്ങനെ സ്നേഹിക്കേണ്ടതിന് ആവശ്യം എന്തായിരുന്നു, അതിൻ്റെ നീതി എന്തായിരുന്നു കർത്താവേ, അതിൻ്റെ ലോജിക്ക് എന്നാ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയത്തക്കവണ്ണം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും യാതൊരു യോഗ്യതയുമില്ലായിരുന്നു നമ്മെ ഈ നിലയിൽ സ്നേഹിച്ച് ജീവൻ കൊടുത്ത് സ്നേഹിക്കാനായിട്ട് കർത്താവെ നീ ഇടയാക്കിയല്ലോ, നീ അങ്ങനെ ചെയ്തല്ലോ കർത്താവെ. ഇത് ഇത്ര സ്നേഹമാ അവൻ നമ്മുടെ മേൽ പകർന്നത്. അങ്ങനെ അവനിൽ സർവസമ്പൂർണത വസിപ്പാൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതിനെയും സ്വർഗത്തിലുള്ളതിനെയും ഇരുപക്ഷത്തെയും, അല്ലെങ്കിൽ ഭൂമിയിലുള്ളതിനെയും സ്വർഗത്തിലുള്ളതിനെയും സകലത്തെയും അവനെ കൊണ്ട് നിരപ്പിപ്പാനും. എഫേസ്യർ എന്ന ലേഖനത്തിൽ ഇതേ വാക്യം വായിക്കുന്നുണ്ട്. അത് ഭൂമിയിലുള്ളതിലും സ്വർഗത്തിലുള്ളതും ആയ കാര്യങ്ങളെ എല്ലാം തന്നിൽ നിരപ്പിക്കുക എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ എന്നവിടെ വായിക്കുക. നിയമപരമായിട്ട് ലോജിക്കലായിട്ട് നോക്കുമ്പം നമ്മളെ വീണ്ടെടുത്തില്ലെങ്കിലും അതൊരു കുറവല്ല എന്ന് പറയാമെങ്കിൽ,
തൻ്റെ സ്നേഹത്തിൻ്റെ വീക്ഷണകോണിലൂടെ, തൻ്റെ സ്നേഹത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എൻ്റെ സ്വരൂപത്തിൽ, എൻ്റെ സാദൃശ്യത്തിൽ ഏറ്റവും സൃഷ്ടിയിലെ ഏറ്റവും മകുടമായി സൃഷ്ടിക്കപ്പെട്ട ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മക്കൾ എന്നിൽ നകന്നു പോയാൽ അതൊരു കുറവ് തന്നെയാണ്. അവർക്ക് വേണ്ടി അവരുടെ നിലയിലേക്ക് കടന്നു വന്ന് എൻ്റെ സ്വന്തം ജീവൻ കൊടുത്ത് അവരോട് താതാത്മ്യപ്പെട്ട് അവരെ ആ നരകത്തിൻ്റെ ശിക്ഷാവിധിയുടെ അടിത്തട്ടിൽ നിന്ന് ഉയർത്തി അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എന്നോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തി കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ അപ്പോഴാണ് ഈ ദൈവസ്നേഹം സമ്പൂർണമായിട്ട് തീരുന്നത്. അല്ലെങ്കിൽ ഈ ദൈവസ്നേഹം എന്താണോ അത് അർത്ഥമാക്കുന്നത് അതെന്നിൽ നിറവേറുന്നത്. പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കപ്പെടാനും ഒന്നും യോഗ്യതയില്ലാത്ത നമ്മെ ആ സ്നേഹിച്ച മഹാസ്നേഹത്തിനായിട്ട് ഈ പകൽക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, അവനെ മഹത്വപ്പെടുത്താം. ഇതൊന്നും നേരത്തെ പറഞ്ഞ പോലെ, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ വാക്കുകൊണ്ടൊന്നും ഇത് പറയാൻ പറ്റുകയില്ല. ഞാൻ ഇത് കിടന്നിങ്ങനെ വട്ടം കറങ്ങുക, എന്നാൽ എനിക്കിത് എന്താണെന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അവൻ സൃഷ്ടിയിൽ മാത്രമല്ല, അവൻ തൻ്റെ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി. അവൻ ഈ വീണ്ടെടുപ്പിലും അവൻ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് തീർന്ന് കർത്താതി കർത്താവും രാജാതി രാജാവും എന്ന് പറയത്തക്കവണ്ണം, എൻ്റെ കർത്താവേ, നീ എല്ലാത്തിലും പൂർണ്ണനാണ്, എന്നാൽ നിന്റെ സ്നേഹത്തിന് മാത്രം ഒരു കുറവുണ്ട് എന്ന് ഒരു ശത്രുക്കൾ പോലും ആരും പറയാൻ കഴിയാതെ വണ്ണം അവൻ്റെ സ്നേഹത്തിൽ ഈ പൂർണ്ണമായിട്ടുള്ള ഈ വീണ്ടെടുപ്പ് അവൻ തികച്ചു. അങ്ങനെ സകലത്തിലും അവൻ പ്രോമിനൻ്റ് ആയിട്ട് തീർന്നു, സകലത്തിലും അവൻ മുമ്പനായിട്ട് തീർന്നു. സർവസമ്പൂർണതയും അവനിൽ വസിപ്പാൻ തക്കവണ്ണം അത് ഇടയായിട്ട് തീർന്നു. ആരുടെ സമ്പൂർണതയാ? ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും അവനിൽ വസിപ്പാൻ തക്കവണ്ണം അത് ഇടയായിട്ട്. ഇങ്ങനെയുള്ള കർത്താവിനെയാ വില കുറച്ചും ഡീവാല്യൂ ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടി പറയുന്നെന്ന് ഓർക്കുമ്പം ഈ വിവരമില്ലാത്തവരോട് എന്ത് പറയാനാ? ദൈവവചനം ഒരിക്കൽ കൂടെ ധ്യാനിക്കെൻ്റെ ബ്രദറെ എന്ന് പറയാനല്ലാതെ അവരോട് എന്ത് പറയാനാ? അവരോട് തർക്കിച്ചിട്ട് വല്ലോ കാര്യമുണ്ടോ? ഇത്ര ശ്രേഷ്ഠനായ കർത്താവിനെയാണ് നമ്മൾ പലപ്പോഴും അവനെ വില കുറച്ച് പറയുന്നതെന്ന് ഓർക്കുമ്പോൾ, എൻ്റെ കർത്താവേ, നിന്റെ മുന്നിൽ സാഷ്ടാംഗം വീണ് സമസ്താപരാധവും ഏറ്റുപറഞ്ഞ് എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പോലും ഞങ്ങൾ പ്രാർത്ഥിച്ച് അവരുടെ കുറവുകൾ കണക്കിടരുതേ, അവിടുത്തെ ദയയും അവിടുത്തെ ശ്രേഷ്ഠതയെക്കുറിച്ചൊരു വെളിപ്പാട് ഈ ദിവസങ്ങൾ അവർക്ക് കൊടുക്കണമേ എന്ന് കരയാനല്ലാതെ വേറെ എന്താ സാധിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ഈ വരും ദിവസങ്ങളിൽ നമുക്ക് ഈ കർത്താവിൻ്റെ മഹത്വത്തിന് സാക്ഷികളായിട്ട് തീരാം, അവനെ മഹത്വപ്പെടുത്താം. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.